Morning. Good morning, ma'am. Good morning, miss. Good morning. Good morning, ma'am. Good morning. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. തേർഡ് ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത്, സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിസ്റ്റം ഓഫ് മെഡിസിൻ, ആയുർവേദ, അലോപ്പതി, സിദ്ധ സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, PDF എടുത്തോ? എല്ലാവരും ടെക്സ്റ്റ് എടുത്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം തേർഡ് ചാപ്റ്റർ തേർഡ്, സിസ്റ്റം ഓഫ് മെഡിസിൻ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? 13 കേട്ടോ, പേജ് നമ്പർ 13. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ചാപ്റ്റർ തേർഡ്, സിസ്റ്റം ഓഫ് മെഡിസിൻ. India has the unique distinction of having 6 recognized systems of medicine in this category. So, India has the unique എന്ന് പറഞ്ഞാൽ എന്താണ്? Unique means സവിശേഷമായ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സവിശേഷമായ. അതുപോലെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാലോ, ഡിസ്റ്റിങ്ഷൻ പ്രത്യേകമായ കേട്ടോ, പ്രത്യേകമായ. യുണീക്ക് സവിശേഷമായ, ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാല് പ്രത്യേകമായ. ഇന്ത്യ ഹാസ് ദ യൂണിക് ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹാവിംഗ് 6 recognized system of medicine in this category. അപ്പോ സിസ്റ്റം ഓഫ് മെഡിസിനില് 6 അംഗീകൃത ചികിത്സാ സമ്പ്രദായങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷമായൊരു പ്രത്യേകതയാണ് അല്ലെ. ഓക്കെ, സിസ്റ്റം ഓഫ് മെഡിസിനില് 6 അംഗീകൃതമായിട്ടുള്ള ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായൊരു പ്രത്യേകതയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ആ സിസ്റ്റം ഓഫ് കാറ്റഗറിയില്, സിസ്റ്റം ഓഫ് മെഡിസിനില് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഏതിനൊക്കെയാണ്? നോക്കിക്കോളൂ. ദേ ആർ അലോപ്പതിക്, ആയുർവേദ, സിദ്ധ, യുനാനി, യോഗ ആൻഡ് നാച്ചുറോപ്പതി. ലാസ്റ്റ് വൺ ഈസ് ഹോമിയോപ്പതി. നമ്മള് ഏതിനകത്താ പഠിച്ചിരിക്കുന്നത് ഓർമ്മയുണ്ടോ? ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. ഡിപ്ലോമയിൽ ഏത് ചാപ്റ്ററിലാ പഠിച്ചിരിക്കുന്നത്? ഓർമ്മയുണ്ടായിരുന്നോ? ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫ് ഇന്ത്യ അല്ലെ. ഓക്കെ, അതിനകത്താണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ആണ് എന്ത്? അലോപ്പതി. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അലോപ്പതിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? ഏത് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് അവിടെ കൊടുക്കുന്നത്? അലോപ്പതിക്, മോഡേൺ മെഡിസിൻ അല്ലെ, ഇംഗ്ലീഷ് മരുന്നുകള്. ഓക്കെ, അപ്പൊ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഫസ്റ്റ് വൺ ആണ്. മെഡിസിൻ, സിസ്റ്റം ഓഫ് മെഡിസിനെ 6 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. അലോപ്പതിക് ഉണ്ട്, ആയുർവേദ, സിദ്ധ, യുനാനി, യോഗ ആൻഡ് നാച്ചുറോപ്പതി. ലാസ്റ്റ് വൺ ഹോമിയോപ്പതി. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ, allopathic medicine is another term for, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോപ്പതിക് മെഡിസിനെ പറയുന്ന മറ്റു പേരുകൾ അല്ലെ, പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതില് മാർക്ക് ചെയ്ത് വെക്കാം അലോപ്പതിക് മെഡിസിനെ പറയുന്ന
മറ്റൊരു പേരുകളാണ് കൺവെൻഷണൽ. ഓക്കെ, കൺവെൻഷണൽ. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. പരമ്പരാഗതമായ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. മോഡേൺ അവിടെ ഒരു കോമ കൊടുക്കാം കേട്ടോ, കോമ കൊടുത്താൽ മതി. കൺവെൻഷണൽ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്താണ്? വെസ്റ്റേൺ മെഡിസിനും കൂടിയും പറയുന്നുണ്ട്. അപ്പൊ 3 രീതിയിലാണ് അലോപ്പതിക് മെഡിസിനുകളെ പറയുന്നത്. കൺവെൻഷണൽ പരമ്പരാഗതമായ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, വെസ്റ്റേൺ മെഡിസിൻ എന്നും പറയുന്നുണ്ട്. It is an evidence-based system which involves doctors and other healthcare professionals treating symptoms using conventional medications. അപ്പൊ എന്താണ് ഈ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിക് സിസ്റ്റം? ആ സിസ്റ്റത്തെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തുകൊണ്ടായിരിക്കാം എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന്? സ്വർണോ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. എന്താണ്? നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ അല്ലെ, നമ്മള് ഇപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ഡോക്ടർ ചോദിക്കും എന്താണ് അസുഖം ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ പറയും പനിയാണ്, അല്ലെങ്കിൽ അപ്പോ എന്താണ് പനി മാത്രം ഉണ്ടായിരുന്നുള്ള, അല്ലെങ്കിൽ ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നോ? ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ, എന്താണ് സിംറ്റംസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ നമ്മൾ അപ്പൊ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ ടെസ്റ്റ് നടത്തേണ്ടതാണെങ്കിൽ നമ്മളോട് പറയും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വായോ, അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് മരുന്ന് എഴുതാന്ന് പറയുന്നു അല്ലെ. അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാനുകൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ CT സ്കാൻ എടുത്തിട്ട് വായോ, അല്ലെങ്കിൽ MRI എടുത്തിട്ട് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം എന്ന് പറയും അല്ലെ. അങ്ങനെ നമ്മള് ടെസ്റ്റുകൾ നടത്തി അതിന്റെ റിസൾട്ടുമായിട്ട് വരുമ്പോ ഡോക്ടർ അത് പരിശോധിച്ചതിന് ശേഷമാണ് എന്ത് തരുന്നത്? നമ്മൾക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് അല്ലെ. ആണോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിക് സിസ്റ്റത്തിനെ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കറക്റ്റ് ആയോ? ക്ലിയർ ആയോ? കിട്ടിയോ നിങ്ങൾക്ക്? എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഡോക്ടേഴ്സ് നമ്മളോട് ചോദിച്ച വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇവിടെ മരുന്ന് തരുന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2-3 കാര്യങ്ങൾ കൂടി അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ജർമ്മൻ ഫിസിഷ്യൻ സാമുവൽ ഹാനിമാൻ, SAMUEL, സാമുവൽ ഹാനിമാൻ, HAHNEMAN, സാമുവൽ ഹാനിമാൻ, German physician Samuel Hahnemann coined the term allopathy. അലോപ്പതി എന്ന വേർഡ് കണ്ടുപിടിച്ചത് ജർമ്മൻ ഫിസിഷ്യൻ ആയ ആരാണ്? സാമുവൽ ഹാനിമാൻ ആണ്. കിട്ടിയോ? ഒന്നുകൂടി വായിക്കാം. ജർമ്മൻ ഫിസിഷ്യൻ സാമുവൽ ഹാനിമാൻ coined the term allopathy. Next sentence, next point ആണ് allopathy derived from Greek word. Allopathy derived from Greek word. First word ആണ് allos, 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 allos.
That means allos in the meaning ആണ് other. Allos means other. And next word ആണ് പദ്യ. രണ്ട് വേർഡിൽ നിന്നാണ് അലോപ്പതി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് അലോസും നെക്സ്റ്റ് വേർഡ് പദ്യ. PATHIA പദ്യ. PATHIA പദ്യ. അതിന്റെ മീനിങ് ആണ് സഫർ. സഫർ. SUFFER. സഫർ. ഒന്നുകൂടി വായിക്കാം. അലോപ്പതി derived from Greek word allos and padya. Allos means other, padya means suffer. കിട്ടിയോ രണ്ട് പോയിന്റ്സ് മിസ് പറഞ്ഞത്? നിങ്ങൾക്ക് PDF-ലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്ട്രാ ഇത് മിസ് പറഞ്ഞതാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട്. അലോസ്, ALLOS. ഒന്നുകൂടിയും രണ്ട് പോയിന്റ് മിസ് വായിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ജർമ്മൻ ഫിസിഷ്യൻ സാമുവൽ ഹെനിമാൻ. ജർമ്മൻ ഫിസിഷ്യൻ Samuel Hahnemann coined, COINED, coined the term allopathy. The term allopathy. Next point, allopathy derived from Greek word. Allopathy എന്ന word derive ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, അലോസും ആൻഡ് പദ്യ. രണ്ട് വേർഡിൽ നിന്നാണ് അലോപ്പതി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അലോസ് ആൻഡ് പദ്യ. അലോസ് മീൻസ് ALLOS, അലോസ്. അതിന്റെ മീനിങ് അതർ. OTHER, അതർ. അതുപോലെ പദ്യ, PATHIA. പദ്യ means suffer, SUFFER. ക്ലിയർ ആയോ? ഓക്കെ, ഇനി കിട്ടാത്തവരുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അലോപ്പതിക് മെഡിസിൻസ് ഓഫ് സിസ്റ്റത്തില്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അലോപ്പതിക് സിസ്റ്റത്തില്? അലോപ്പതിക് സിസ്റ്റത്തിന്റെ അനദർ നെയിം ആണ് കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ മെഡിസിൻ, വെസ്റ്റേൺ മെഡിസിൻ. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള മെഡിസിൻ ആണ്. അതുപോലെ മോഡേൺ മെഡിസിൻ എന്നും വെസ്റ്റേൺ മെഡിസിൻ എന്നും ഈ അലോപ്പതിക് മെഡിസിനെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു രീതിയാണ് അല്ലെ, ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം വിച്ച് ഇൻവോൾവ്സ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ട്രീറ്റിംഗ് സിംപ്റ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അലോപ്പതിക് സിസ്റ്റത്തിനെ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, ഡോക്ടേഴ്സ് അപ്പൊ തന്നെ നമ്മളെ കണ്ടപ്പോ തന്നെ എന്താണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരോ? ഇല്ല. ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് അസുഖം, എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ ബേസില്, റിസൾട്ടിന്റെ ബേസില് അത് നോക്കി അടിസ്ഥാനമാക്കിയിട്ടാണ് അവര് മരുന്ന് എഴുതുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന്. അലോപ്പതിക് സിസ്റ്റത്തിനെ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയാനായിട്ടുള്ള കാരണം. കിട്ടിയോ? അതുപോലെ തന്നെ ഈ അലോപ്പതി എന്ന വേർഡ് കണ്ടുപിടിച്ചത് ആരാണ്? ജർമ്മൻ ഫിസിഷ്യനായ സാമുവൽ ഹെനിമാൻ ആണ്. അതുപോലെ തന്നെ അലോപ്പതി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് വേർഡിൽ നിന്നാണ് അല്ലെ, ഗ്രീക്ക് വേർഡായ രണ്ട് വേർഡിൽ നിന്നാണ്, അലോസ് ആൻഡ് പദ്യ. അലോസ് മീൻസ് അതർ, പദ്യ മീൻസ് സഫർ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ആയുർവേദ.
നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റത്തില്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആയുർവേദിയില് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആയുർവേദത്തില്? ഓർത്ത് നോക്കി. ആയുർവേദ എന്ന് പറഞ്ഞത് 5 elements നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, 5 elements ഓഫ് നേച്ചർ. ഓക്കെ, 5 elements ഓഫ് നേച്ചർ ആയുർവേദം നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ റിവൈസ് ചെയ്യാം കേട്ടോ. ആയുർവേദം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സുകളില്, ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 5 elements അല്ലെ, എലമെന്റ്സ് ഓഫ് നേച്ചർ. ഇതൊക്കെയാണ് 5 elements ഓഫ് നേച്ചർ. പഞ്ചമഹാഭൂതാസ് അല്ലെ. 5 elements ഓഫ് നേച്ചറിനെ പഞ്ചമഹാഭൂതാസ് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? വായു, ജലം, അഗ്നി, എന്തൊക്കെയാണ്? എയർ, വാട്ടർ, ഓക്കെ, സ്കൈ, ആകാശം. അപ്പൊ അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഈ ഓരോ കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 5 എലമെന്റ്സിലൂടെയാണെന്നാണ് പറയുന്നത്. ഈ 5 എലമെന്റ്സ് നമ്മുടെ ബോഡിയിൽ 3 കമ്പോണൻസിന്റെ രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ് നമ്മുടെ ബോഡീസിൽ 3 കമ്പോണൻസ് രീതിയിലുള്ളത്? 3 കമ്പോണൻസിന്റെ ഫോമിലാണുള്ളത് എന്ന് പറഞ്ഞല്ലേ. ത്രിദോഷ, ഓർക്കുന്നുണ്ടോ? ത്രിദോഷ, വാത, പിത്ത, കഫ. ഓക്കെ, വാത, പിത്ത, കഫ, അവയും 3 പേരെയും നമ്മള് ചേർത്ത് എന്താണ് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ത്രിദോഷ. അപ്പം ഈ വാത, പിത്ത, കഫ എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം, കഫത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തില് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാം? എന്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്? അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം? ഏതാണോ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്നത് കണ്ടുപിടിച്ച് അത് ബാലൻസ് ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് എന്ത്? ഈ ആയുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആയുർവേദത്തിന്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആയുർവേദയുടെ ബെനഫിറ്റ്, ആയുർവേദ മെഡിസിൻസിന്റെ ബെനഫിറ്റ് എന്തായിരിക്കും? നോ സൈഡ് എഫക്ട് അല്ലെ. സൈഡ് എഫക്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് സൈഡ് എഫക്ട് ഉണ്ടാവാത്തത്? അവര് എന്ത് മരുന്നാണ് അവർ നൽകുന്നത്? നാച്ചുറൽ മെഡിസിൻ അല്ലെ. പ്ലാന്റ്സുകൾ കൊണ്ട്, സസ്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെഡിസിൻസ്, നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് അവര് തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഡിപ്ലോമയില് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടത്തെ നോക്കാം കേട്ടോ. ആയുർവേദ. It is an alternative medicine system with historical root in Ayurveda, the Indian subcontinent. Okay, so it is an alternative medicine system which historical root in Ayurveda, the Indian subcontinent. Like subcontinent എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടിനെന്റ്. കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാല്? എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്ത് പറ്റി? മഴയായിട്ടാണോ? ഉപഭൂഖണ്ഡം. വെരി ഗുഡ്, ഉപഭൂഖണ്ഡം. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം വിത്ത് ഹിസ്റ്റോറിക്കൽ റൂട്ട് ഇൻ ആയുർവേദ, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ് എന്ത്? ആയുർവേദ എന്ന് പറയുന്നത്. മിസ് പറയാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഒരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ് എന്ത്?
ഔഷധ സമ്പ്രദായമാണ് ഇത് ആയുർവേദ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഈസ് സ്യൂഡോ സയന്റിഫിക്. എന്താണ് സ്യൂഡോ സയന്റിഫിക് മീനിങ്? സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ് എന്നാണ് കേട്ടോ അർത്ഥം. ഫാൾസ്, തെറ്റായ. ഫാൾസ്. ഓക്കെ, സ്യൂഡോ എന്ന് പറഞ്ഞാല് തെറ്റ്. നമ്മള് ടെർമിനോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. ഓക്കെ, സ്യൂഡോ മീൻസ് തെറ്റ്, ഫാൾസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ആയുർവേദയുടെ ആ തിയറി അതുപോലെ തന്നെ അവിടെ ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ആയുർവേദത്തിലെ ചികിത്സാ സമ്പ്രദായം സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആയുർവേദത്തിലെ ചികിത്സാ സമ്പ്രദായം സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല, അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ സയന്റിഫിക് എന്നതുകൊണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഈസ് എ സ്യൂഡോ സയന്റിഫിക് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ഫാൾസ് എന്നാണ് മീൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആയുർവേദത്തിലെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് സയൻസിനെ ബേസ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ. ബിക്കോസ് ഇറ്റ് premises premises are not based on science. Are not based on science because it premises premises are not based on science. കിട്ടിയോ? ഒന്നുകൂടി മിസ് വായിക്കാം. ബിക്കോസ് രണ്ടാമത്തെ സെന്റൻസിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അതൊക്കെ അടിയിലോ പുറത്തൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതിന്റെ അടിയിലായിട്ടൊന്ന് എഴുതി വെക്കാം. ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ ആയുർവേദ ഇസ് സ്യൂഡോ സയന്റിഫിക്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതെന്താണ്? തെറ്റാണെന്ന് പറയാനുള്ള കാരണം എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ബിക്കോസ് ഇറ്റ് premises are not based on science. എന്തുകൊണ്ടാണ് അങ്ങനെ ആയുർവേദത്തിലെ തിയറി ആൻഡ് പ്രാക്ടീസ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയാനുള്ള കാരണം? അത് ആയുർവേദത്തിന്റെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല, അതുകൊണ്ടാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെന്റൻസ് കിട്ടിയോ? അവിടെ എഴുതേണ്ടത് ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കിട്ടാത്തതോ ഒക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഈ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം കേട്ടോ. The Indian Medical Association describes Ayurveda practitioners who claim to practice medicine as quacks. Quacks എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? Quacks എന്താണ് മീനിങ്? Quacks എന്ന് പറഞ്ഞാല് എന്താ മീനിങ്? Quacks എന്ന് പറഞ്ഞാല് കള്ളന്മാർ. Quacks means കള്ളന്മാർ. ഇവിടെ പറയുന്നത് എന്താണ്? The Indian Medical Association describes Ayurveda practitioners
who claims to practice medicine as quacks. വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ കള്ളന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ക്വാക്സ് എന്ന് കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാവാം? ആയുർവേദ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻസ് അല്ലെ. സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല അതിന്റെ തിയറിയും അതുപോലെ തന്നെ പ്രാക്ടീസ് നടക്കുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, സ്യൂഡോ സയന്റിഫിക് ആണെന്ന്. ഓക്കെ, അപ്പൊ ആ തിയറി വെച്ച് കണക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ എന്തെന്ന് വിളിക്കുന്നത്? ക്വാക്സ്, കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. The Indian Medical Association describes the Ayurveda practitioners who claims to practice medicine as quacks. അപ്പൊ എന്താണ്? വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ വിശേഷിപ്പിക്കുന്നത് കള്ളന്മാരെന്നാണ്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെയുള്ള ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ക്വാക്സ്, കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്? ആയുർവേദ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻസ് അല്ലേ. ആയുർവേദ ബേസ് ചെയ്തിരിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനമാക്കിയിട്ടല്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്? സോ അതുകൊണ്ടാണ് ഈ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മള് നേരത്തെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫാദർ ഓഫ് ആയുർവേദ. ആരായിരുന്നു ഫാദർ ഓഫ് ആയുർവേദ? ഓർമ്മയുണ്ടോ? ഫാദർ ഓഫ് ആയുർവേദ ചരക. വെരി ഗുഡ്, ചരക. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചരക ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എഴുതി വെക്കാം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ആവും കേട്ടോ. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആയുർവേദയിൽ പഠിച്ചത് അല്ലേ. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വേരുകൾ അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് ഔഷധ സമ്പ്രദായമാണ് ആയുർവേദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ തിയറി അതുപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഇസ് സ്യൂഡോ സയന്റിഫിക് എന്നാണ് അല്ലെ പറയുന്നത്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിക്കോസ് ഇറ്റ് പ്രിൻസസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ആ ആയുർവേദ ചികിത്സാ സമ്പ്രദായം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോ സയന്റിഫിക് എന്നതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഈ വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ക്വാക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ക്വാക്സ്, കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്? എന്താണ്? ആയുർവേദ ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? സയൻസ് അല്ലെ, നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. അതുകൊണ്ടാണ് ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ നമ്മള് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ക്വാക്സ്, കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ആയുർവേദ ചന്ദ്രകയാണ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ കുറിച്ച് വയ്ക്കാം. മനസ്സിലായോ? ആയുർവേദ അതുപോലെ തന്നെ അലോപ്പതിക് സിസ്റ്റം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കി ഇതൊക്കെയാണെന്നുള്ളത്.
ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യോഗ ആൻഡ് നാച്ചുറോപ്പതി. Nature cure or naturopathy medicine is a form of alternative medicine that works in helping the body to heal itself using the force of nature. എന്താണ് നാച്ചുറോപ്പതിയിൽ അതുപോലെ തന്നെ യോഗയിൽ അല്ലേ? നമ്മള് യോഗ ചെയ്യുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഉണ്ടോ? യോഗ ചെയ്യുന്നവരുണ്ടോ? ഇല്ല, ഫർസിൻ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ പറ്റോ? യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങള് മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട്. പിന്നെന്താ? ഗുഡ് ഹെൽത്ത്, പീസ് ഓഫ് മൈൻഡ്, സ്ട്രെസ് ഫ്രീ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പോ എന്താണ്? ഹെൽത്തി ബോഡി ആവും, ഫ്ലെക്സിബിലിറ്റി, ഓക്കെ, എന്താണ്? പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ? ഇങ്ങനെ നമ്മള് യോഗ, നമുക്കറിയാം എന്താണ്, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നാണല്ലേ നമ്മൾ ചെയ്യുന്നത്. ബ്രീത്ത് എടുക്കും, അതുപോലെ പല സൈസിലുള്ള അല്ലെ, പല തരത്തിലുള്ള ടൈപ്സുകൾ ഉണ്ട് അല്ലെ യോഗയ്ക്ക്. അങ്ങനെ ചെയ്തു വരുമ്പോൾ മൈൻഡ് റിലാക്സ് ആവും, ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും, സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നമ്മൾ തന്നെ യോഗ ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് എന്ത്, നമ്മുടെ ബോഡിയിലുള്ള അസുഖങ്ങൾ അല്ലെ അത് കുറയ്ക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ യോഗയില് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് ഒരു അല്ലെ ധ്യാനമായിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നമ്മുടെ ബോഡിയിലുള്ള ഡിസീസിനെ നമ്മൾ തന്നെയാണ് കുറയ്ക്കുന്നത് അല്ലെ? ഇംപ്രൂവ് ഇമ്മ്യൂൺ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെ? ഇമ്മ്യൂൺ ഇംപ്രൂവ് ആവുന്നത്. അതുപോലെ തന്നെയാണ് നാച്ചുറോപ്പതി അല്ലെ? നാച്ചുറോപ്പതി നിങ്ങള് മണ്ണ് ചികിത്സയൊക്കെ കേട്ടിട്ടുണ്ടോ? നാച്ചുറോപ്പതി, മണ്ണ് ചികിത്സ, അതൊക്കെ എന്താണ്? പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോ ഈ നാച്ചുറോപ്പതി ആയാലും യോഗയായാലും നമ്മള് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ഇണങ്ങി ചേർന്നുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബോഡിനെ സുഖപ്പെടുത്തുന്നു അല്ലെ? ഡിസീസസ് ഒക്കെ കുറച്ചുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബോഡിനെ ചെയ്യുന്നത് സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, nature cure and naturopathy medicine is a form of alternative medicine that works in helping to the body to heal itself using the force of a nature. പ്രകൃതിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം സ്വയം സുഖപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെ? സമ്പ്രദായമാണ് എന്ത്? ഈ നാച്ചുറോപ്പതി, അല്ലെങ്കിൽ യോഗ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം സ്വയം അസുഖങ്ങളെ സുഖപ്പെടുത്തുന്നു അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, അതൊക്കെയാണ് യോഗയിലായാലും അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിലും നമ്മൾ ചെയ്യുന്നത്. It is principal belief is using water, fire and the air along with the ether, which are the 5 primordial agents of nature. അപ്പൊ ഏതൊക്കെയാണ് ഈ പ്രൈമോഡിയൽ എലമെന്റ്സ്, ഏജൻസ് എന്ന് പറയുന്നത്? പ്രൈമോഡിയൽ ഏജൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, അതുപോലെ തന്നെ ഈതർ. ഓക്കെ, ഈതർ എന്ന് പറഞ്ഞാല് ഒരു ശൂന്യത അല്ലെങ്കിൽ സൂക്ഷ്മാകാശം, ആകാശം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഈതർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഈ നമ്മുടെ ഈ നാച്ചുറോപ്പതിയിലായാലും അതുപോലെ തന്നെ യോഗയിലായാലും ഈ പ്രൈമോഡിയൽ എലമെന്റ്സ്, പ്രൈമോഡിയൽ മീൻസ് പ്രാഥമിക, ഓക്കെ, പ്രാഥമിക ഏജൻസ് ഉണ്ട്. 5 പ്രാഥമിക ഏജൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എർത്ത്, വാട്ടർ,
വാട്ടർ, ഫയർ, എയർ ആൻഡ് ഈതർ. ശൂന്യ ആകാശം. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങളും ഈ 4എണ്ണത്തോട് എയർ, അതുപോലെ തന്നെ എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈ 4എണ്ണത്തോട് കൂടി ഏതുകൂടിയും ചേരുന്നുണ്ട്? ഈതർ, ശൂന്യാകാശവും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ചികിത്സ ഇവിടെ നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മളിപ്പോ എന്താണ്, യോഗയായാലും നാച്ചുറോപ്പതി ആയാലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നത് കൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പൊ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക ഏജൻസ് ആണ് എന്തൊക്കെ? എർത്ത്, ഭൂമി, ജലം, അഗ്നി, അതുപോലെ വായു, അതുപോലെ ശൂന്യാകാശം. മനസ്സിലായോ 5 എലമെന്റ്സിന്റെ കാര്യം? പ്രൈമോഡിയൽ ഏജൻസ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഈ 2 നമ്മള് പറഞ്ഞു, യോഗയായാലും നാച്ചുറോപ്പതിയിലായാലും നമ്മളെ തന്നെ, നമ്മുടെ ശരീരം തന്നെ സ്വയം ഇണങ്ങി ചേർന്നുകൊണ്ട് ആ ഡിസീസസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയുള്ള ഈ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്? ഏതൊക്കെയാണ് പ്രൈമോഡിയൽ, പ്രാഥമികമായിട്ടുള്ള ഏജൻസ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാവുന്നതാണ്. എർത്ത് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫയർ, എയർ, ഈതർ. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി, ജസ്റ്റ് 2 കാര്യങ്ങൾ കൂടി ഒന്ന് എഴുതി വെച്ചോ. ഫാദർ ഓഫ് യോഗ ആരാണെന്ന് അറിയോ? ഫാദർ ഓഫ് യോഗ ഫാദർ ഓഫ് യോഗ ഇല്ല. മഹർഷി, ഫാദർ ഓഫ് യോഗ, ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. ടെസ്റ്റിന്റെ നോട്ടിന്റെ അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ എളുപ്പം. ഫാദർ ഓഫ് യോഗ ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. മഹർഷി പതഞ്ജലി, MAHARISHI, മഹർഷി പതഞ്ജലി, PATHANJALI, പതഞ്ജലി. ഫാദർ ഓഫ് യോഗ മഹർഷി പതഞ്ജലി. ഇനി നെക്സ്റ്റ് ആണ് ഫാദർ ഓഫ് നാച്ചുറോപ്പതി. ഫാദർ ഓഫ് നാച്ചുറോപ്പതി ബെനഡിക്റ്റ്, BENEDICT, ബെനഡിക്റ്റ്, BENEDICT, ലെസ്റ്റർ, LUST, ബെനഡിക്റ്റ് ലെസ്റ്റർ, LUST. കിട്ടിയോ? ഫാദർ ഓഫ് യോഗ മഹർഷി പതഞ്ജലി, അതുപോലെ തന്നെ ഫാദർ ഓഫ് നാച്ചുറോപ്പതി ബെനഡിക്റ്റ് ലെസ്റ്റ്. ആർക്കെങ്കിലും സ്പെല്ലിംഗോ എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? നമ്മള് നാച്ചുറോപ്പതി ആൻഡ് യോഗയിൽ എന്തൊക്കെയാ പറഞ്ഞത്? പ്രകൃതിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം സ്വയം സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഇത് യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈമോഡിയൽ ഏജൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് പ്രൈമോഡിയൽ ഏജൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്? എർത്ത്, വാട്ടർ, ഫയർ, അതുപോലെ എയർ, ലാസ്റ്റ് വൺ ഈസ് ഈതർ, ശൂന്യാകാശം. ഓക്കെ, ഈ 5 എലമെന്റ്സിനെയാണ് ഏജൻസിനെയാണ് നമ്മള് പ്രൈമോഡിയൽ, പ്രാഥമിക ഏജൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് യോഗ മഹർഷി പതഞ്ജലി ആണ്. അതുപോലെ ഫാദർ ഓഫ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ബെനഡിക്റ്റ് ലെസ്റ്റർ. കിട്ടിയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യുനാനി സിസ്റ്റം. യുനാനിയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്?
ഓർക്കുന്നുണ്ടോ നിങ്ങൾ യുനാനി സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന്? ഫാദർ ഓഫ് യുനാനി ആരാ? ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ് ആണ്. അതുപോലെ അദ്ദേഹം എന്ത് ഫിലോസഫർ ആണെന്ന് അറിയോ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുനാനി സിസ്റ്റത്തിലും എന്താണ് 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 4 കമ്പോണൻസ് ആയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 4 കമ്പോണൻസ്. ബ്ലഡ് ഉണ്ടായിരുന്നു, അതുപോലെ കഫം, അതുപോലെ നെക്സ്റ്റ് വെയില്, ബ്ലാക്ക് വെയില് അല്ലെ. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്ന കമ്പോണൻസ് ആണ് ബ്ലഡ്, വെയില്, ബ്ലാക്ക് വെയില് ആൻഡ് കഫം. ഓക്കെ, കഫം. അപ്പൊ ഇതിനകത്ത് ഈ കമ്പോണൻസിൽ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് ചെയ്യുന്നുണ്ട് ഈ 4 എലമെന്റ്സിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പച്ചമരുന്നുകൾ തന്നെയാണ് യുനാനി സിസ്റ്റത്തിലും കൊടുക്കുന്നത്. പച്ചമരുന്നുകൾ തന്നെയാണ് കേട്ടോ. അത് ചിലപ്പോൾ പൊടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കഷായം ആയിട്ട് അങ്ങനെയുള്ള രീതിയിലും പച്ചമരുന്നുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം കേട്ടോ. മിസ് പറഞ്ഞു തരാം, എഴുതി തരാം. ഒന്ന് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതാം കേട്ടോ. The Unani system of medicine is a great healing art as well as science. It is treat a person as a whole, not as a group of individual parts. എന്താണ് പറയുന്നത്? സയൻസ് പോലെ തന്നെ ഏറ്റവും മികച്ച ഹീലിംഗ് അല്ലെ. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശാന്തി അല്ലെ. ഹീലിംഗ് ആർട്ട്, ഒരു രോഗശാന്തി തന്നെയാണ് നമുക്ക് ഈ യുനാനി സിസ്റ്റത്തിലും കിട്ടുന്നത് അല്ലെ. സയൻസ് പോലെ തന്നെയുള്ള ഏറ്റവും മികച്ച ഒരു രോഗശാന്തി ആണ് നമുക്ക് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിനിലൂടെയും ലഭിക്കുന്നത്. ഇതെന്താണ്? ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പാർട്സ് ആയിട്ടല്ല, മൊത്തത്തിലായിട്ടാണ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. ഓരോരോ ഇൻഡിവിജ്വൽ പാർട്സുകളായിട്ടല്ല ഇവിടെ ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ടല്ലേ. മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റുകള് ചെയ്യുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ട്രീറ്റിംഗ് എ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. This system is based on the Hippocrates theory of 4 humors: vice, blood, tongue, yellow veil and black veil. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലേ. ഹ്യൂമൻ ബോഡിയിൽ 4 കമ്പോണൻസ് ഉണ്ട്, 4 രീതിയിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. എന്താണ്? ഫസ്റ്റ് വൺ ബ്ലഡ്, അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഫം, അതുപോലെ യെല്ലോ മഞ്ഞ, പിത്തരസം. വെയിൽ എന്ന് പറഞ്ഞാല് പിത്തരസം, മഞ്ഞ പിത്തരസം. ലാസ്റ്റ് വൺ ഈസ് ബ്ലാക്ക് വെയിൽ, കറുത്ത പിത്തരസം. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത് 4 കമ്പോണൻസ് ആണ്. ഈ 4 കമ്പോണൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുകയോ കുറയുകയോ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഡിസീസ് സംഭവിക്കുന്നുണ്ട്. അപ്പോ ഈ 4 കമ്പോണൻസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ. ക്ലിയർ ആയോ? ഓക്കെ. ഹിപ്പോക്രാറ്റസ് തിയറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഫസ്റ്റ് വൺ ഫാദർ ഓഫ് യുനാനി ഹൈഫൺ ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് യുനാനി ഹൈഫൺ ഇടാം, ഹിപ്പോക്രാറ്റസ് എഴുതാം. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസിൽ ഗ്രീക്ക് ഫിലോസഫർ, അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്.
ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. 2 സെന്റൻസ് ആണ് മിസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പച്ചമരുന്നുകൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. യുനാനി സിസ്റ്റത്തിലും പച്ചമരുന്നുകൾ തന്നെയാണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്? അത് പൊടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കഷായം വെച്ച് അങ്ങനെയുള്ള രീതിയിലും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഴുതിയോ? ഓക്കെ ആണോ? യുനാനി സിസ്റ്റം ക്ലിയർ ആയി? എത്ര വരെ? 4 കാര്യങ്ങളാണിപ്പോ ഇന്നിപ്പോ മിസ് എടുത്തത്. അലോപ്പതി, അതുപോലെ നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ആയുർവേദ പറഞ്ഞു, യോഗ ആൻഡ് നാച്ചുറോപ്പതി, ലാസ്റ്റ് വൺ ഈസ് യുനാനി സിസ്റ്റം. ഓക്കെ, ഇനി യോഗ ആൻഡ് നാച്ചുറോപ്പതി അതുപോലെ യുനാനി സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ഇപ്പൊ അലോപ്പതിക് സിസ്റ്റത്തില് നോക്കേണ്ടത് അലോപ്പതിക് മെഡിസിന്റെ അനദർ നെയിം നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്ട്രിക്ട്സ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 6 റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഏതൊക്കെയാണ് കാറ്റഗറൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, 6 എണ്ണം. അതൊന്ന് നോക്കാം. അതുപോലെ നെക്സ്റ്റ് ആയുർവേദ, അതുപോലെ തന്നെ ഈ അലോപ്പതിക് സിസ്റ്റത്തില് ഇറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, അതിലൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ ആയുർവേദയിൽ പറയുന്നത് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഇസ് ദ സ്യൂഡോ സയന്റിഫിക്. എല്ലാം പറയാനായിട്ടുള്ള കാരണം സ്യൂഡോ സയന്റിഫിക് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. This is not based on the science അല്ലെ, സയൻസ് ബേസ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് അങ്ങനെ സ്യൂഡോ ഫെയിൽ ആണെന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫോക്സ് എന്നാണ്. ഓക്കെ, എന്താണ് കള്ളന്മാരെന്ന് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സയൻസ് കൊണ്ടല്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് യോഗ ആൻഡ് നാച്ചുറോപ്പതി, അതിനകത്ത് നമ്മൾ പറഞ്ഞത് പ്രൈമോഡിയൽ ഏജൻസ് ഓഫ് നേച്ചർ. അത് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് യോഗ, ഫാദർ ഓഫ് നാച്ചുറോപ്പതി. ഇത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കില്ല, എന്നിരുന്നാലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മിസ് ചെയ്ത് തന്നതാണ് കേട്ടോ. നിങ്ങൾ PDF മാത്രം നോക്കി പഠിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ യുനാനി സിസ്റ്റം പറഞ്ഞല്ലേ, ലാസ്റ്റ് വൺ യുനാനിയാണ് പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞത്? യുനാനിയില് ഫാദർ ഓഫ് യുനാനി എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റസ് ആണ്, ഗ്രീക്ക് ഫിലോസഫർ ആണ്. അതുപോലെ തന്നെ 4 കമ്പോണൻസിന്റെ കാര്യം, നമ്മുടെ ഹ്യൂമൻ ബോഡിയില്
4 കമ്പോണൻസ് 4 ഫോമിലാണ് നിലനിൽക്കുന്നത്. ബ്ലഡ്, അതുപോലെ കഫ, ബ്ലാക്ക് മെയില്, അതുപോലെ തന്നെ യെല്ലോ മെയിൽ കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് സംഭവിക്കും. അപ്പോ ഈ 4 കമ്പോണൻസിനെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഈ യുനാനി സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, പച്ചമരുന്നുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് പൊടിച്ചോ കഷായ രീതിയിലൊക്കെയാണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? താങ്ക് യു.